വെൽക്കം ടു ബുദ്ധിസ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പെരിങ്ങാലയിൽ നല്ലൊരു വില്ല പ്രൊജക്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗിയായി ചെയ്ത ഈ വീട് 4 സെൻറ്റ് 324 സെൻറ്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 500 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് വെറും 5.7 കിലോമീറ്ററും കാക്കനാടേക്ക് 11 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 17 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 13 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.4 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി സ്പോട്ട് ലൈറ്റും 2-വേ ലൈറ്റും റൂഫിംഗ് ടൈലും ഒക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അതുപോലെ തന്നെ ഡെഡ് എൻഡിനോട് ചേർന്നാണ് ഈ ഒരു വീട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഗസ്റ്റ് പാർക്കിങ്ങിനുള്ള സ്പേസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. കോമ്പൗണ്ട് വാളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിലെല്ലാം തന്നെ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാക്കി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുള്ള വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലും മെയിൻ ഡോർ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലുമാണ് വരുന്നത്. ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിലായി ഇവിടെയായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. 9.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിണർ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ 8 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിടുത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. കൊമ്പറ്റ് പോലെയുള്ള ചെറിയ വാഹനം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ഗാർഡൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിടുത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു കോർട്ട്യാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പ്ലാവും മാവും എല്ലാം ഇവിടെ നട്ടിട്ടുണ്ട്. ഇനി ഒരു വെജിറ്റബിൾ ഗാർഡൻ കൂടി ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് ലഭിക്കുന്നുണ്ട്. മെയിൻ ഡോർ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് വരുന്നത്. തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വരുന്നത്. വലിയ 2 ഹാൻഡിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ലിവിങ്ങിന് 10.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ളൊരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോ ഫ്രെയിം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും എല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. മുകളിൽ CNC കട്ടിംഗ് ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ഡൈനിങ്ങിലേക്ക് വരാം. അതിവിശാലമായ ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. താഴെയായിട്ട് സ്റ്റോറേജും വലുപ്പമുള്ളൊരു മിററും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നോർത്തിലേക്ക് ഒരു 4 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് തന്നെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസിൽ ഒരു വ്യൂ വരുന്ന കോർട്ട്യാർഡാണ്. കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാൻ UPVCയുടെ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടർ എന്നുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് നമുക്കൊരു ചെറിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെയും ഡെക്ക സ്പേസ് ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസും V-ഗാർഡിൻ്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചൻ്റെ ഡോർ സ്കിൻ ഡോറിലാണ് വന്നിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ കിച്ചന് നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം പവർ പോയിന്റ് ഈ ഒരു കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്.
ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. സൗത്തിലേക്ക് സിംഗിൾ ഡോർ വിൻഡോസും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിന്റെ ഒരു വാൾ റൂമും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂം വെറ്റേരിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും വന്നിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും എം യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ വെസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. പിന്നീട് ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് മുകളിലത്തെ നിലയിലെ 2 ബെഡ്റൂമുകളും വരുന്നത്. നമുക്ക് ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 12 അടി നീളവും 11 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾ റൂമും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വെറ്റേരിയൻ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു കോർണറിലായിട്ട് വലുപ്പമുള്ളൊരു വാൾ റൂമും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിനും എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ ലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. 4 സെന്റ് 324 സെന്റ് സ്ഥലത്ത് 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വിലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.